smiling face. We welcome you, we welcome. With clapping hands, with smiling face. We welcome you, we welcome. Vimala welcomes you. 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 Welcome, we welcome. Clapping hands with smiling face. We welcome you, we welcome. With clapping hands with smiling face. We welcome you, we welcome. Vimala welcomes you. 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 Vimala. Good afternoon, ladies and gentlemen. You are watching Vimala River 2K25, presented by Vimala High School, Vimalagiri. മണ്ണിന്റെ മണമറിഞ്ഞ മലയോര മക്കൾ, പ്രകൃതിയോട് ഇഴചേർന്ന് ജീവിക്കുന്ന സുന്ദരമായ നാട് ഇടുക്കി. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. അണക്കെട്ടിന്റെ ഗാംഭീര്യവും താഴ്വരകളുടെ പ്രശാന്തതയും മൂടൽമഞ്ഞിന്റെ ശൈത്യവും ഒരുമിക്കുന്ന പ്രകൃതി വിസ്മയങ്ങളുടെ കലവറ നമ്മുടെ ഇടുക്കി. ഇടുക്കിയുടെ ഒരറ്റത്ത് മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി കുടുംബം പുലർത്തുന്ന ഒരു പറ്റം നല്ലവരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചു ഗ്രാമം വിമലഗിരി. ആ കൊച്ചു ഗ്രാമത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന സാധാരണക്കാരുടെ മക്കളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു കൊച്ചു വിദ്യാലയം, വിമല ഹൈസ്കൂൾ, വിമലഗിരി. വിമല 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 വിമല. വിമലയാകുന്ന അമ്മയുടെ മടിത്തട്ടിലേക്ക് അറിവ് തേടിയെത്തുന്ന മക്കൾക്ക് വിമല വേണ്ടതെല്ലാം നൽകുന്നു. ഇതാണ് ഞങ്ങളുടെ വിമല. വി വിക്ടറി, വിജയം. വിമലയുടെ മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ജീവിതത്തിലും എന്നും വിജയമുറപ്പ്. ഐ ഇന്റലിജൻസ്, ബുദ്ധി. ബൗദ്ധികമായ വളർച്ചയിലൂടെ വിമലയിലെ ഓരോ കുട്ടികളും തങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി ജീവിത വിജയം നേടുന്നു. എം മൊറാലിറ്റി, സന്മാർഗം. വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട ധർമ്മവും സദാചാരവും വിമലയുടെ ചുണക്കുട്ടികൾ സ്വായത്തമാക്കുന്നു. എ അപ്രീസിയേഷൻ, അഭിനന്ദനം. പരസ്പരം അഭിനന്ദനങ്ങൾ കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും സഹജീവികളെ ബഹുമാനിക്കാൻ വിമലയുടെ മക്കൾ എന്നും ശ്രദ്ധാലുക്കളാണ്. എൽ ലവ്, സ്നേഹം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവവചനത്തിലൂന്നി സഹജീവികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ വിമലയുടെ മക്കൾ നിരന്തരം ശ്രമിക്കുന്നു. എ അച്ചീവ്മെന്റ്, നേട്ടം. ഇക്കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് വിമലയുടെ മക്കൾ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നു. അങ്ങനെ അവർ വിമലയുടെ യശസ് വാനോളം ഉയർത്തുന്നു. വാഴുക വാഴുക വിമലേ, നീ അമ്പര
ഉത്സവത്തിന്റെ അലയടികൾ ഉയരുകയായി. അതെ, വിമലയുടെ ആരവത്തിന് കാഹളം മുഴങ്ങുകയായി. ഈ ആഘോഷമാമാങ്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. ഇങ്ങനെയായിരുന്നല്ലോ പ്രാചീന ഋഷിവര്യന്മാർ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നമ്മെ നിത്യം നയിക്കുന്ന ഈ ദിവ്യ ചൈതന്യത്തെ നമുക്ക് സ്വന്തമാക്കാം. ആത്മാവിൽ അലിഞ്ഞു ചേരുന്ന ഈ ദിവ്യ ചൈതന്യം നമ്മുടെ വേദിയെ പ്രഭാവപൂരിതമാക്കട്ടെ. ആദിചൈതന്യമേ ആത്മസായുജ്യമേ രാഗമായി താളമായി വേദിയിൽ നിറയൂ. ആദിചൈതന്യമേ ആത്മസായുജ്യമേ രാഗമായി താളമായി വേദിയിൽ നിറയൂ. പ്രണാമം 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 പ്രണാമം. గరిసా గరిసని గరిసని ధ పద పమ ప
పద పమ పాపమ గరి సరి సరి గమ పద నిజ గరి స గరి సని ధ పద పమ పద పమ గరి రి సని ని ధ రి సని ని ధ ప గరి సని రి సని ధ సరి గ గమ ప సరి గమ పద ని సరి గమ పద ని స താമസകന്നു വെളിച്ചമേകാൻ വേദിയുണർന്നു മനസ്സുണർന്നു ചടുല താളലയങ്ങളുണർന്നു സരിഗരി സനി സരി ഗഗ ഗരി രി സ സ സനി സരി ഗഗ ഗരി രി സ സ സനി നി നി ധ ധ പ സരി സ ഗ ഗരി ഗരി മ മ ഗ മ ഗ പ പ മ പ മ ധ ധ പ ധ പ നി നി ധ നി ധ സ സനി സനി രി രി സരി സ ഗ ഗരി ഗരി മ സ്വരങ്ങളെ രാഗപ്രവാഹങ്ങളാകൂ മധുര സങ്കീർത്തനമാകൂ താളങ്ങളെ നാദപ്രവാഹങ്ങളാകൂ സുന്ദര നർത്തനമാകൂ ഹൃദയ വിഭഞ്ചിയിൽ ചേർന്നലിയൂ ഹൃദയ വിഭഞ്ചിയിൽ ചേർന്നലിയൂ ചേർന്നലിയൂ സത്യപ്രകാശമേ മുക്തിദായക ശ്രീയേശുനായക വന്ദനം സത്യപ്രകാശമേ മുക്തിദായക ശ്രീയേശുനായക വന്ദനം അണയൂ ഈ വേദി അനുഗ്രഹിക്കൂ ദേവാസമോദം അനുഗ്രഹിക്കൂ ദേവാ അനുഗ്രഹിക്കൂ ദേവാ. ഇന്നീ സമ്മേളനത്തെ മനോഹരമാക്കാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രസന്നവതരായ വിശിഷ്ട അതിഥികളാണ്. ഏവരെയും ഈ സമ്മേളനത്തിന്റെ നിമിഷങ്ങളിലേക്ക്, ഈ സന്തോഷത്തിന്റെ നിമിഷവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനുള്ളൂ. പ്രിയപ്പെട്ട മെമ്പർ സർ, സർ പ്ലീസ്. ഗ്രാമത്തിന്റെ വിജ്ഞാന ഗോപുരമായി വിരാജിക്കുന്ന വിമലമാതാ ഹൈസ്കൂളിന്റെ 42ാം സ്കൂൾ വാർഷികവും ബഹുമാനപ്പെട്ട ജൂലിയസ് സാറിന്റെ യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ സംഘവും പ്രൗഢഗംഭീരമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ We welcome, clapping hands with smiling face. We welcome you, we welcome, with clapping hands with smiling face. We welcome you, we welcome. Vimala welcomes you, 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 രാവിലെ പള്ളി പോയോ? ആ പള്ളിയിലൊക്കെ പോയെന്നേ. ആ പിന്നെ ആ വെള്ളം കൊണ്ട് കൊടുത്തിരിക്കുന്ന അറിയാൻ പാടില്ല പള്ളിയിൽ പോയി എന്നുള്ളത്. നല്ല മഞ്ഞൊക്കെ ആണല്ലോ. നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. കട ചായ കുടിച്ചെന്ന പത്രം നോക്കിയേക്കാന്ന് എഴുതിയാ. രാവിലെ റബ്ബർ വെട്ടിയോ? റബ്ബർ വെട്ടി. നീ പാലെടുക്കണം. ഇത് നമ്മുടെ സ്കൂളിലെ വിമലരി സ്കൂളിന്റെ കൊച്ചിന്റെ ഒരു വാർത്തയാണല്ലോ. ഇടുക്കിയുടെ രുചി ഒരുക്കി കാർത്തിക്. പാചക മത്സരത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കൻ. വിമല ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക് ഇടുക്കിയുടെ തനതായ വിഭവങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ അവതരിപ്പിച്ചു. നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചാറിന്റെ കൊച്ചുമോന്റെ വാർത്തയല്ലേ? നമ്മുടെ രാജുവിന്റെ മോൻ. അതെ അതെ അതെ. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വന്നായിരുന്നല്ലേ? നമ്മുടെ സ്കൂളിലെ 9ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ ഇവന്? ഒത്തിരി ഐറ്റംസ് ഉണ്ടെന്നേ അവനുണ്ടാക്കിയത്. ചക്കപ്പുഴുക്ക്, വാഴക്കൂമ്പ്, കട്ട്ലേറ്റ്, ചക്കക്കുരു പായസം, മത്തങ്ങ വിളയിച്ച്, അങ്ങനെ ഒത്തിരി ഐറ്റം. എടുക്കണല്ലോ. സൂപ്പറാ. വല്യപ്പന്റെ അതേ.
നമ്മുടെ സ്കൂളിലെ പിള്ളേർ എന്നും മികച്ച തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും, പഠന കാര്യത്തിലാണെങ്കിലും പ്രവൃത്തി പരിചയമേളയിലും എല്ലാ മേഖലയിലും. ജയേഷന്റെ 2 പിള്ളേരും സ്റ്റേറ്റ് ലെവലിൽ പോയതല്ലേ മത്സരത്തിന്? അതെന്നെ 4 പ്രാവശ്യം 5 പ്രാവശ്യം പോയി, സ്റ്റേറ്റിൽ തന്നെ പോയി. പിന്നെ നമ്മുടെ സ്കൂൾ എല്ലാ കാര്യത്തിലും എന്നും മികച്ചു തന്നെയാണ്. ഒരുപാട് പിള്ളേരുണ്ടാവും. ഈ വർഷവും ഇഷ്ടമായൊരു പ്രോഗ്രാം സ്കൂളിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ കരോളൊക്കെ ഭയങ്കര ഗംഭീര പ്രോഗ്രാം. എല്ലാ പരിപാടികളും അങ്ങനെയല്ലേ, ഒരുപാട് പരിപാടികൾ നല്ല ആഘോഷമായിട്ട് നടക്കുന്നുണ്ട്. ഓണപരിപാടി തൊട്ട് ഇങ്ങോട്ട് ക്രിസ്മസ് വരെ എല്ലാ പരിപാടികളും എല്ലാത്തിനും നമ്മൾ എല്ലാവരും ഇല്ലായിരുന്നു. ആഹാ, ഇതെല്ലാരും ഉണ്ടല്ലോ. ഇതെന്നാ പരിപാടി? രാവിലെ പള്ളിയിൽ പോയോ? പള്ളി പോയിട്ട് ഇറങ്ങി വന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോണ്ട് ഇങ്ങോട്ട് വന്നല്ലേ? നമ്മുടെ സ്കൂളിലെ വാർത്തയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. എന്നതാ ജയ്സാപ്പി വാർത്തയൊക്കെ? നമ്മുടെ സ്കൂളിൽ നിന്ന് പാചകകലയില് സംസ്ഥാനത്ത് പോയതിന്. നമ്മുടെ പിള്ളേരൊക്കെ എന്നാ മിടുക്കരാന്നേ. നിങ്ങളുടെയൊക്കെ മക്കളല്ലേ? ജയേഷിന്റെ ഒക്കെ പിള്ളേരൊക്കെ എത്ര പ്രാവശ്യം പോയി. ഇവരൊക്കെ കൊണ്ടുപോയില്ലേ ഇപ്പൊ നമ്മളെല്ലാത്തിനും ഒപ്പം നിൽക്കുമല്ലേ? നിങ്ങള് മുൻപത്തെ 3 PTA പ്രസിഡന്റുമാരും ഉണ്ട്. പിന്നെ നിങ്ങൾ തന്നെ ഈ വാർത്തയൊക്കെ വായിച്ചാൽ മതി. നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടികളും കാണുകയും അതിനോട് പങ്കെടുക്കുകയും ചെയ്യുന്നതല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഞങ്ങളിത് സിറ്റിയിലൊക്കെ ഇരുന്ന് പറയും, എല്ലാത്തിനും വരികയും ആൾക്കാരെ കൂട്ടുകയും എല്ലാം ചെയ്യുന്നതല്ലേ. ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കാണാം. ജനുവരി 8-ാം തീയതി നമ്മുടെ ആനുവൽ ഡേ ആണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വഴിയിൽ വെച്ച് വിളിച്ചു എന്നൊന്നും വിചാരിച്ചേക്കരുത് കേട്ടോ. ഞങ്ങളെല്ലാരും എപ്പോഴും സ്കൂളിലുണ്ടല്ലോ. അത് തന്നെയല്ല സിസ്റ്റർ, ഈ പ്രാവശ്യമല്ലേ നമ്മുടെ ജോളി സാറിന്റെ റിട്ടയർമെന്റ് ഒക്കെ. അപ്പൊ നമുക്ക് ഗംഭീരമാക്കിയേക്കാം. ഞങ്ങളെല്ലാരും ഉണ്ട്. പിന്നെയല്ലേ, നിങ്ങളില്ലാതെ ഇവിടെ ഗംഭീരാവില്ലല്ലോ. വാ. അപ്പൊ ശരി, പിള്ളേര് വരാറായി. ഞാനൊന്ന് അങ്ങ് ചെല്ലട്ടെ. ഡേറ്റ് മറക്കണ്ട കേട്ടോ. ജനുവരി 8 ഉച്ച കഴിഞ്ഞ് 2:30. ഓക്കെ. വിമലഗിരി വിമല ഹൈസ്കൂൾ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആധുനിക ലോകം അതിവേഗം വികസിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും യഥാർത്ഥ ജീവിതത്തിലെ തടസ്സങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സമൂഹത്തിന്റെ പുരോഗതിക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനും ആവശ്യമായ അറിവും മാനുഷിക മൂല്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 42 വർഷങ്ങളായി വിമലഗിരി ദേശത്തിന്റെ പൊൻവിളക്കായി പ്രശോഭിച്ചുകൊണ്ട് വിമലഗിരി വിമല ഹൈസ്കൂൾ വിരാജിക്കുന്നതും. ഈ സ്കൂളിന്റെ അനുനിമിഷമുള്ള വളർച്ചയെ ഏറെ സന്തോഷത്തോടെ നോക്കിക്കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചും പ്രചോദിപ്പിച്ചും കൂടെയായിരിക്കുന്ന മാനേജ്മെന്റിനെയും മാതാപിതാക്കളെയും ഈ പ്രദേശവാസികളെയും അഭ്യുദയകാംക്ഷികളെയും അധ്യാപക അനധ്യാപകരെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നല്ല ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഡിജിറ്റൽ അവതരണത്തിലേക്ക് ഏറെ സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. മാനേജ്മെന്റ്. വരും തലമുറയുടെ പ്രതീക്ഷയായ കുഞ്ഞുങ്ങളെ മൂല്യബോധമുള്ളവരാക്കി വളർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു മാനേജ്മെന്റാണ് നമ്മുടേത്. വിമലഗിരി ഗ്രാമത്തിന്റെ നിറദീപമായി വിളങ്ങുന്ന വിമല ഹൈസ്കൂളിന്റെ രക്ഷാധികാരിയും മാനേജരും ഇടുക്കി രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ പ്രസിഡന്റായും റവറൻ ഡോക്ടർ ജോർജ് തകിടിയേൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്നു. ഈ സ്കൂളിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി നയിക്കുന്നത് ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജെയിംസ് പാറക്കടവിലും അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ചെറിയാൻ തുമ്പയിൽ പുത്തൻപുരയിലുമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും. ഈ അധ്യയന വർഷത്തിൽ 6 ഡിവിഷനുകളിലായി 164 കുട്ടികളാണുള്ളത്. ഈ വർഷം പുതിയതായി 64 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. പ്രഥമാധ്യാപിക ഉൾപ്പെടെ 11 അധ്യാപകരും 4 അനധ്യാപകരും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഈ വർഷം അനുവദിക്കപ്പെട്ട ഇംഗ്ലീഷ് അധിക തസ്തികയിൽ കുമാരി ലിഡിയ കെ സാൻഡി നിയമിക്കപ്പെട്ടു. SSLC റിസൾട്ട് ആൻഡ് മെറിറ്റ് ഡേ.
2024 മാർച്ച് മാസത്തിൽ നടന്ന SSLC പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 55 കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു. തുടർച്ചയായി 17ാം തവണയും SSLC പരീക്ഷയിൽ 100% വിജയം നേടുന്ന കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ഏക സ്കൂൾ എന്ന ബഹുമതി നമ്മുടെ സ്കൂളിന് ലഭിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിക്കുകയും 8 കുട്ടികൾ ഫുൾ A+ നേടുകയും ചെയ്തു. ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയിംസ് പാറക്കടവിൽ വിജയികളെ അഭിനന്ദിക്കുകയും മെമന്റോ സമ്മാനിക്കുകയും ചെയ്തു. പ്രവേശനോത്സവം. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജൂൺ 3-ന് അത്യധികം ഉത്സാഹത്തോടെ കുട്ടികൾ സ്കൂളിലേക്കെത്തി. 8ാം ക്ലാസ്സിൽ 57 കുട്ടികളും 9-10 ക്ലാസ്സുകളിലായി 8 കുട്ടികളും പുതിയതായി ഈ വർഷം സ്കൂളിലെത്തി. സ്കൂളിന്റെ പ്രവേശന കവാടവും ഓഡിറ്റോറിയവും പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ അണിയിച്ചൊരുക്കി. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ ജെയിംസ് പാറക്കടവിലും മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൻസി ജോയിയും സ്കൂൾ ഹെഡ്മിസ്ട്രസും മറ്റ് അധ്യാപകരും കുട്ടികളെ കളഭം ചാർത്തി നൈർമല്യത്തോടെ വിജ്ഞാനദാഹികളായി വളരാൻ പ്രചോദിപ്പിച്ചു. സ്റ്റാഫ് കൗൺസിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെയും നിർദ്ദേശപ്രകാരം സ്കൂൾ തുറന്ന ദിവസം തന്നെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന്റെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൗൺസിൽ കൂടി. കുട്ടികളുടെ അച്ചടക്കം മുഖ്യമായി ശ്രദ്ധിക്കണമെന്നും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അവരെ ഉത്സുകരാക്കാൻ അധ്യാപകർക്ക് വലിയ കടമയുണ്ടെന്നും മാനേജർ അച്ഛൻ ഓർമ്മിപ്പിച്ചു. പ്രസ്തുത യോഗത്തിൽ വെച്ച് സീനിയർ അസിസ്റ്റന്റായി ശ്രീ ജോളി VCയും സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി ഷീബ ജോസഫും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വവും ക്ലാസ് ടീച്ചർ സ്ഥാനവും അധ്യാപകർക്കായി വിഭജിച്ച് നൽകി. PTA 2024-25 അധ്യയന വർഷത്തെ PTA പൊതുയോഗവും തെരഞ്ഞെടുപ്പും ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ നടന്നു. PTA പ്രസിഡന്റായി ശ്രീ ഗിരീഷ് രാജേന്ദ്രനും MBTA പ്രസിഡന്റായി ശ്രീമതി അമ്പിളി ജിലേഷ്, വൈസ് പ്രസിഡന്റുമാരായി ബിജി നഗരൂർ, ജെസി ജോസഫ് എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി 15 പേരെയും തെരഞ്ഞെടുത്തു. സ്കൂളിന്റെ സമഗ്ര പുരോഗതിയിൽ PTAയുടെ പങ്ക് ഏറെ ശ്രദ്ധേയം തന്നെ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ഈ അധ്യയന വർഷത്തെ സ്കൂൾ തല മത്സരങ്ങൾ ജൂലൈ മാസം തന്നെ നടത്തി. 20 ഇനങ്ങളിലായി 27 കുട്ടികൾ സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുത്തു. സബ് ജില്ലാ മേള. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മേളയിൽ 20 കുട്ടികൾ 20 ഇനങ്ങളിലായി മത്സരിക്കുകയും 13 കുട്ടികൾ ജില്ലാ മത്സരത്തിന് യോഗ്യത നേടുകയും ചെയ്തു. കട്ടപ്പന സബ് ജില്ലയിൽ 24 സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ 152 പോയിന്റോടെ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മേള. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ മത്സരത്തിൽ 12 കുട്ടികൾ പങ്കെടുത്തു. 4 കുട്ടികൾ സംസ്ഥാന മത്സരത്തിന് യോഗ്യത നേടി. 88 സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ 64 പോയിന്റോടെ ജില്ലയിൽ 9ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാനമേള. ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന മേളയിൽ 4 കുട്ടികൾ പങ്കെടുക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. 570 സ്കൂളുകൾ പങ്കെടുത്ത സംസ്ഥാന മത്സരത്തിൽ 20 പോയിന്റോടെ നമ്മുടെ സ്കൂൾ 30ാം സ്ഥാനം കരസ്ഥമാക്കി. അലോൺ ജിമ്മി സ്ക്രൂ പൈൻ ലീവ്സ്, അക്ഷയ ജിജി വെജിറ്റബിൾ പ്രിന്റിംഗ്, രസ്ന റോബിൻ സ്റ്റഫ് ടോയി, കാർത്തിക് രാജു ഇക്കണോമിക് ന്യൂട്രീഷ്യസ് ഫുഡ്, ഇങ്ങനെ 4 കുട്ടികൾ 4 ഇനങ്ങളിലായി സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കി ഗ്രേസ് മാർക്കിന് അർഹത നേടുകയും ചെയ്തു. വായന വാരാചരണം. മലയാളിയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു. മലയാളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ കഥാപാത്രങ്ങളായി കുട്ടികൾ അരങ്ങത്തെത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. കവിത, ദൃശ്യാവിഷ്കാരം, പുസ്തക അവലോകനം തുടങ്ങിയ വിവിധ പരിപാടികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഇടുക്കിയുടെ പ്രിയ എഴുത്തുകാരനും ബൈസ്റ്റാൻഡർ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ശ്രീ സോജൻ സ്വരാജുമായി കുട്ടികൾ നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു ബൈസ്റ്റാൻഡറായി കൂടെ നിന്ന് തളർന്നുപോയ തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന സോജൻ സ്വരാജിന്റെ പച്ചയായ ജീവിതാനുഭവങ്ങൾ കുട്ടികളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ബെസ്റ്റ് സ്കൂൾ അവാർഡ്.
2023-24 അധ്യയന വർഷം വിമലഗിരി വിമല ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വർഷമായിരുന്നു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ വിവിധ അവാർഡുകൾക്ക് നമ്മുടെ സ്കൂൾ അർഹത നേടി. മികച്ച ഹൈസ്കൂൾ 2ാം സ്ഥാനം, മികച്ച KCSL 2ാം സ്ഥാനവും കരസ്ഥമാക്കി ടീം വിമല ശിരസുയർത്തി നിൽക്കുന്നു. രൂപത തിലകം 2023-24 അധ്യയന വർഷം പാഠ്യേതര വിഷയങ്ങളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുട്ടിക്ക് ഇടുക്കി രൂപത ഏർപ്പെടുത്തിയിരുന്ന രൂപത തിലകം അവാർഡിന് കുമാരി അൽഫോൻസ അജി അർഹയായി. സാമൂഹ്യ ശാസ്ത്ര ക്ലബ് പൗരബോധവും സാമൂഹിക അവബോധവും ജനാധിപത്യ ബോധവുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി എക്സൈസ് ഓഫീസർ ശ്രീ സജികുമാർ, ശ്രീ ബിനു എന്നിവർ നേതൃത്വം നൽകിയ ബോധവൽക്കരണ ക്ലാസും മോക്ക് പാർലമെൻറ്റും ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയിംസ് പാറക്കടവിൽ പതാക ഉയർത്തി സന്ദേശം നൽകി. ഫ്ലാഷ് മോബ്, ദേശഭക്തിഗാനം, മെഗാ ക്വിസ് എന്നീ മത്സരങ്ങൾ ശ്രദ്ധേയമായിരുന്നു. കട്ടപ്പന സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, പ്രസംഗം, ക്വിസ്, പ്രാദേശിക ചരിത്ര രചന, അറ്റ്ലസ് നിർമ്മാണം, വാർത്താ വായന മത്സരം എന്നിവയിൽ പങ്കെടുത്ത് 25 പോയിൻറ്റോടെ 7ാം സ്ഥാനം കരസ്ഥമാക്കി. വാർത്താ വായന മത്സരത്തിൽ മാസ്റ്റർ ബോബിൻ ഷിൻഡോ ഇടുക്കി റവന്യൂ ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡോടെ 3ാം സ്ഥാനത്തിന് അർഹത നേടി. ഇടുക്കി ജില്ലാ കളക്ട്രേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന BRC ഹാളിൽ നടന്ന ക്വിസ് മത്സരത്തിൽ ഫിദ നസ്രീൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഉപന്യാസ രചന, ദേശഭക്തിഗാനം എന്നീ മത്സരങ്ങളിൽ A ഗ്രേഡും കരസ്ഥമാക്കി. സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശീയ കളറിംഗ് മത്സരത്തിൽ 18 കുട്ടികളും ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിൽ 8 കുട്ടികളും പങ്കെടുത്തു. കൃപ മേരി വിജു ദേശീയ കലാഭൂഷൺ അവാർഡിന് അർഹയായി. സ്പോർട്സ് ക്ലബ് കുട്ടികളുടെ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി സ്പോർട്സ് ക്ലബ് പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ തല കായിക മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 7 കുട്ടികളെ കട്ടപ്പന സബ് ജില്ലാ കായികമേളയിൽ പങ്കെടുപ്പിച്ച് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ആകർഷകമായ രീതിയിൽ വ്യത്യസ്തമായ പരിപാടികളോടെ ക്ലാസ് അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്കൂൾ അസംബ്ലി നടത്തിവരുന്നു. സ്കൂൾ പാർലമെൻറ്റ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടത്തി. വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് നേതൃത്വം നൽകി. മാസ്റ്റർ റിച്ചാർഡ് സാബ് സ്കൂൾ ലീഡറായും കുമാരി ഫാത്തിമ TS സ്കൂൾ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ബസ് പൊതുഗതാഗത സംവിധാനം കുറവുള്ള നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് മിതമായ നിരക്കിൽ മികച്ച പഠനം ലഭിക്കുന്നതിന് സ്കൂളിൽ എത്താനുള്ള ഏക ആശ്രയമാണ് നമ്മുടെ സ്കൂൾ ബസ്. കുട്ടപ്പ സിറ്റി, കാനം, അട്ടിക്കളം, തടിയമ്പാട്, ആൻറ്റോപുരം, വെള്ളക്കയം, കരിക്കുന്തോളം ഭാഗങ്ങളിൽ സ്കൂൾ ബസ് സർവീസ് നടത്തിവരുന്നു. സ്കൂൾ ബസ് ഡ്രൈവറായി സേവനം ചെയ്യുന്ന സുബിൻ പടിഞ്ഞാറയിൽ, ശ്രീമതി ഷീബ ഇരുകുളംകാട്ടിൽ എന്നിവരെയും LP UP വിഭാഗം സ്കൂൾ അധികൃതരെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട വിമല ഹൈസ്കൂളിൽ പരിശുദ്ധ വിമല മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. സ്കൂൾ മാനേജർ ജെയിംസ് പാറക്കടവിൽ അച്ഛനാണ് മാതാവിൻ്റെ തിരുസ്വരൂപം സംഭാവന നൽകിയത്. അച്ഛനെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. കാലഘട്ടത്തിനനുസൃതമായി സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടണമെന്ന ഉദ്ദേശത്തോടെ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട ജോളി സാറിൻ്റെയും സ്റ്റാഫിൻ്റെയും നിർലോഭമായ സംഭാവനയാൽ 1 ലക്ഷം രൂപ മുടക്കി സ്കൂൾ വരാന്ത ടൈൽ വിരിച്ച് മനോഹരമാക്കി. കൂടാതെ അഭ്യുദയകാംക്ഷികളുടെ സഹായ സഹകരണത്തോടെ ലഭിച്ച 60,000 രൂപ മുടക്കി ഓഫീസ് മുറിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂളിൽ നിന്ന് നൽകുന്ന രുചികരമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ആസ്വാദികരമായി സുരക്ഷിതരായി ഇരുന്ന് കഴിക്കാൻ ഡൈനിങ് ഹാൾ പണിയുന്നതിന് ഏറ്റവും ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ 3 ലക്ഷം രൂപ അനുവദിച്ചു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിക്കും ഈ തുക ലഭ്യമാക്കുന്നതിന് പിന്നിൽ അങ്ങേയറ്റം പ്രയത്നിച്ച മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ സിബിച്ചൻ തോമസ് സാറിനും വിമല കുടുംബത്തിന്റെ ഹൃദ്യമായ നന്ദി. വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായി അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ 40,000 രൂപ മുടക്കി സ്കൂളിൽ ഇൻസിനേറ്റർ വച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി പാഠ്യവിഷയങ്ങൾക്കപ്പുറം പാഠ്യേതര വിഷയങ്ങളിലുമുള്ള മികവ് തെളിയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ 9-ാം തീയതി
പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി സിന്ധു സൂര്യ നിർവഹിച്ചു. കുട്ടികളെ വിവിധ ഹൗസുകളായി തിരിച്ച് ഓഗസ്റ്റ് 2-ാം തീയതി ആർട്സ് ഡേ നടത്തി. കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു. നവംബർ 14 മുതൽ മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ 29 കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. തുടർന്ന് നവംബർ 24 മുതൽ കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ കുമാരി ഫിദ നസ്രിൻ ഉറുദു പദ്യം ചൊല്ലലിൽ 1-ാം സ്ഥാനം നേടി. 2025 ജനുവരി 5-ാം തീയതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ച് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് കുമാരി ഫിദ നസ്രീൻ അറബിക് പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. സർഗോത്സവം, ശിശുക്ഷേമ വകുപ്പ് നടത്തിയ ശിശുദിനാഘോഷ മത്സരങ്ങൾ, സബ് ജില്ലാ സാഹിത്യ സെമിനാർ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ലൈബ്രറി വായനയുടെ ചിറകിലേറി വിജ്ഞാനദാഹികളായി മാറാൻ കുട്ടികൾക്ക് പ്രചോദനമേകുന്ന തരത്തിൽ 1200ഓളം പുസ്തകങ്ങളടങ്ങിയ ഒരു ലൈബ്രറിയാണ് സ്കൂളിനുള്ളത്. കൂടാതെ ക്ലാസ് ലൈബ്രറിയും ഓരോ ക്ലാസ്സിലും ലൈബ്രറിയനുമുണ്ട്. കുട്ടികൾക്ക് യഥാക്രമം പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും പുസ്തകവുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ കുട്ടികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന വിവിധ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് വിവിധ സമ്മാനങ്ങൾ കരസ്ഥമാക്കുന്നു. ഓണം, ക്രിസ്തുമസ് ദിനാചരണങ്ങൾ. വിമലയുടെ ശക്തമായ മുന്നേറ്റത്തിന് പിന്നിൽ PTA ശക്തമായ പിന്തുണയാണുള്ളത്. PTA സഹകരണത്തോടെ ഓണാഘോഷം വളരെ വിപുലമായി ആഘോഷിക്കുവാൻ സാധിച്ചു. വ്യത്യസ്തമായ മത്സരങ്ങൾ നടത്തുകയും ഓണസദ്യയും പായസവും ഒക്കെ കുട്ടികൾക്ക് നൽകുവാനും സാധിച്ചു. അതുപോലെ തന്നെ ക്രിസ്മസിനെ വരവേൽക്കാനായി സത്ചിന്തകൾ നിറഞ്ഞ 25 ദിവസത്തെ വീഡിയോ KCSന്റെ നേതൃത്വത്തിൽ ഒരുക്കി. കരോൾ ഗാന മത്സരം, പാപ്പ മത്സരം എന്നിവ നടത്തുകയും കുട്ടികൾക്കായി ക്രിസ്മസ് ട്രീ ഒരുക്കുകയും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ശാസ്ത്ര ക്ലബ്ബ് കുഞ്ഞുങ്ങളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും ശാസ്ത്ര കൗതുകം പരിപോഷിപ്പിക്കുന്നതിനുമായി എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. പരീക്ഷണങ്ങൾ, ദിനാചരണ പ്രവർത്തനങ്ങൾ, ശാസ്ത്ര ക്വിസ്, ദിനാചരണ ക്വിസ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വെള്ളയാങ്കുടി സെൻറ് ജെറോം സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 4 ഇനങ്ങളിലായി 8 കുട്ടികൾ പങ്കെടുക്കുകയും 28 സ്കൂളുകളോട് മത്സരിച്ച് കട്ടപ്പന സബ് ജില്ലയിൽ 13ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. കുട്ടികൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിനായി സജ്ജീകൃതമായ നല്ലൊരു സയൻസ് ലാബ് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി NGC, എക്കോ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നു. ഇവയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി, ഔഷധത്തോട്ട നിർമ്മാണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, സ്കൂൾ പരിസര ശുചീകരണം തുടങ്ങിയവ നടത്തിവരുന്നു. ചെമ്പകപ്പാറ ബെൽമൗണ്ട് സ്കൂളിൽ വെച്ച് നടന്ന പരിസ്ഥിതി ക്യാമ്പിൽ ഇവിടെ നിന്നും കുട്ടികൾ പങ്കുചേർന്നു. ഡിസംബർ 7-8 തീയതികളിലായി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ച് നടന്ന നേച്ചർ ക്യാമ്പിൽ 40 കുട്ടികളും 3 അധ്യാപകരും പങ്കുചേർന്നു. ചിന്നാറിലേക്ക് പോകുന്ന വഴി മറയൂരിൽ ശർക്കര നിർമ്മിക്കുന്ന ഫാക്ടറികൾ സന്ദർശിക്കുകയും ചെയ്തു. ഇത് കുട്ടികൾക്ക് പുതിയൊരു അറിവായിരുന്നു. കുടുംബശ്രീ സംഘടിപ്പിച്ച ശുചിത്വോത്സവം പ്രബന്ധരചനാ മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും അനുജ മോഹനൻ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും വിജയിയായി കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തു. അനുജയ്ക്ക് അഭിനന്ദനങ്ങൾ. ഹരിത കേരളം ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രം അടിമാലി സംഘടിപ്പിച്ച നീലക്കുറിഞ്ഞി ക്വിസ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഐഷ നൗലയും ഫിദ നസറിനും പങ്കെടുക്കുകയും ഐഷ നൗല സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മാത്സ് ക്ലബ് അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും വിസ്മയ ലോകമൊരുക്കി വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ വിമല ഹൈസ്കൂളിലെ മാത്സ് ക്ലബ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇത്തവണ സെൻറ് ജോർജ് HSS കട്ടപ്പനയിൽ വെച്ച് നടന്ന ഗണിതശാസ്ത്ര മേളയിൽ 10 ഇനങ്ങളിലായി 39 പോയിന്റോടെ വിമല ഹൈസ്കൂൾ 13ാം സ്ഥാനം കരസ്ഥമാക്കി. മാത്സ് ക്വിസിൽ മാസ്റ്റർ ഷോൺ ഷിജോ 3ാം സ്ഥാനം കരസ്ഥമാക്കി. IT മേള ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ IT ക്ലബ് സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സെൻറ് തോമസ് HSS ഇരട്ടിയാറിൽ വെച്ച് നടന്ന സബ് ജില്ലാ IT മേളയിൽ കുട്ടികൾ പങ്കെടുത്ത് വിവിധ ഗ്രേഡുകൾ നേടുകയും 12ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണ പദ്ധതി പച്ചക്കറിത്തോട്ടം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയാണ് സ്കൂളിലുള്ളത്. 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണവും ആഴ്ചയിൽ 1 ദിവസം മുട്ടയും 2 ദിവസം പാലും എല്ലാ ദിവസവും പോഷകസമൃദ്ധമായ 2 കറികളും
വിശേഷ ദിവസങ്ങളിൽ ബിരിയാണി, പായസം എന്നിവയും നൽകാൻ സാധിക്കുന്നു. ഉച്ചഭക്ഷണത്തിനാവശ്യമായ വിഷരഹിത പച്ചക്കറികൾ സ്കൂളിൽ നട്ടുപരിപാലിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ കഴിയുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മത്സര പരീക്ഷകൾ, NMMS അക്കാദമിക് സ്കോളർഷിപ്പ് തുടങ്ങിയ മത്സര പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും നേടുന്നു. രൂപതയിൽ ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന 8200-ലധികം കുട്ടികളോട് മത്സരിച്ച് രൂപതാതല അക്കാഡമിക് സ്കോളർഷിപ്പിൽ 8ാം ക്ലാസ്സിലെ സൈന ചെറിയാൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി. രൂപതാതല മെഗാ ക്വിസിൽ HS വിഭാഗത്തിൽ ആൽബിൻ സന്തോഷ് 2ാം സ്ഥാനവും ഫിദ നസ്രിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. NMMS പരീക്ഷയിൽ 12 കുട്ടികൾ പങ്കെടുത്തു. റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ഇത്തരത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കായി വിവിധ സബ്ജക്റ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം നൽകി വരുന്നു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കത്തോലിക്ക സംഘടനയായ ടീച്ചേഴ്സ് ഗിൽഡിൽ എല്ലാ അധ്യാപകരും അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. രൂപതാ തലത്തിൽ നിർധനരായ കുട്ടികളുടെ ഉപരിപഠനത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ജീവകാരുണ്യ സ്കോളർഷിപ്പിലേക്ക് എല്ലാ അധ്യാപകരും സംഭാവന മാസം തോറും നൽകുന്നു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 2-ാം തീയതി മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അധ്യാപക കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പ്രഥമ അധ്യാപക ഉൾപ്പെടെ അധ്യാപകർ പങ്കെടുത്ത് സംഘഗാനത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ റെഡ് ക്രോസ് അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് ജൂനിയർ റെഡ് ക്രോസ്. ജീവകാരുണ്യം, പൗരബോധം, വ്യക്തി വികസനം, ആരോഗ്യരക്ഷ എന്നീ രംഗങ്ങളിലാണ് JRC പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്കൂൾ തലത്തിൽ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. രോഗീ സന്ദർശനം, വിവിധ ക്വിസ് മത്സരങ്ങൾ എല്ലാം നടത്തപ്പെടുന്നു. ഇത്തവണ നടന്ന സ്കൂൾ ഉപജില്ലാ മത്സരത്തിൽ ജിയ മെറിൻ ജോബി 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് വിശ്വാസം, പഠനം, സേവനം എന്നിവ ആപ്തവാക്യമായി മുന്നേറുന്ന സംഘടനയാണ് KCSL. 2023-24 അധ്യയന വർഷത്തിലെ മികച്ച KCSL പ്രവർത്തനങ്ങൾക്ക് രൂപതാ തലത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ വിമലഗിരി വിമല ഹൈസ്കൂളിന് സാധിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ രൂപതാതല KCSL ദിനാഘോഷത്തിനും വിമല വേദിയായി. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് പ്ലാച്ചിക്കലച്ചൻ ഉദ്ഘാടനം ചെയ്യുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഇത്തവണത്തെ ക്രിസ്മസിന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അധ്യാപകരും കുട്ടികളും ഒരുങ്ങിയത്. 25 ദിവസവും ക്രിസ്മസ് സ്റ്റാറ്റസുകളും ഒപ്പം സുഹൃതങ്ങളാൽ അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും ഒരു മാലാഖയെയും ഒരുക്കി വിശുദ്ധരുടെ തിരുനാൾ ദിനങ്ങളിൽ നൊവേന പ്രാർത്ഥനകൾ ചൊല്ലി ഒരുങ്ങുകയും ചെയ്തു. ജൈവ വൈവിധ്യ ഉദ്യാനം ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് സ്കൂൾ ക്യാമ്പസ് ഹരിതാപമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൈവ വൈവിധ്യ ഉദ്യാനം പരിപാലിച്ചു പോരുന്നു. ഇവിടെ നിന്നും ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഭാഗമായി 2 പ്രൊജക്ട് പ്രൊപ്പോസലുകളും ഇതിനോടകം സമർപ്പിച്ചിരിക്കുന്നു. ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം 2024-25 വിദ്യാഭ്യാസ ഗുണമേന്മ വർഷത്തിൽ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് പദ്ധതിയിൽ വിമലയും പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് പഠന പരിപോഷണത്തിനായി ബ്ലോക്ക് തലത്തിൽ നടന്ന അധ്യാപകരുടെ പ്രോജക്റ്റ് അവതരണത്തിൽ നാച്ചുറൽ സയൻസ് അധ്യാപിക ശ്രീമതി സെഫി ജോയ് പ്രൊജക്ട് അവതരിപ്പിക്കുകയും ചെയ്തു. നാഷണൽ സർവീസ് സ്കീം വെക്കേഷൻ ക്യാമ്പ് കൂടെ എന്ന പേരിൽ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മരിയാപുരത്തിൻ്റെ NSS യൂണിറ്റിൻ്റെ വെക്കേഷൻ ക്യാമ്പിന് ഇത്തവണ വിമല വേദിയായി. കേരള ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ലിൻഡ് സ്മാരക ചിത്രരചനാ മത്സരം ശിശുക്ഷേമ സമിതിയുടെ ക്ലിൻഡ് സ്മാരക ചിത്രരചനാ മത്സരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽ കുമാരി എഡ്ലിൻ മരിയ സിബി 1ാം സ്ഥാനം കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷവും ജില്ലയിൽ 1ഉം സംസ്ഥാനത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കിയത് എഡ്ലിൻ തന്നെയായിരുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ ജനുവരി 3-ാം തീയതി വിദ്യാഭ്യാസ പ്രേക്ഷിതനായ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ ഏറ്റവും മികവാർന്ന രീതിയിൽ ആഘോഷിച്ചു. KCSL കുട്ടികൾ ഒരുമിച്ച് വിശുദ്ധ ചാവറയച്ചൻ്റെ ചരിത്രം വായിക്കുകയും നൊവേന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. മദർ തെരേസ സേവന അവാർഡ് ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സാമൂഹിക സേവന പദ്ധതിയാണ് മദർ തെരേസ സേവന അവാർഡ്. മദർ തെരേസ പകർന്നു നൽകിയ സേവന മനോഭാവം പുതുതലമുറയിലേക്ക് എന്നതാണ് ഈ അവാർഡിൻ്റെ പ്രധാന ലക്ഷ്യം.
യുവതലമുറയിൽ സാമൂഹിക സേവനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളിക്കുക, യുവതലമുറയെ സേവന സന്നദ്ധരാക്കി അഗതികൾ, രോഗികൾ, അനാഥർ എന്നിവരെ സഹായിക്കുക എന്നിവയാണ് ഈ അവാർഡിൻ്റെ ലക്ഷ്യം. ഈ അവാർഡ് ഒരു കുട്ടിയുടെ സേവന മനോഭാവത്തെയും സമൂഹത്തിലെ അവരുടെ സംഭാവനയും ആഘോഷിക്കുന്ന ഒരു അവസരമാണ്. ഏറ്റവും കൂടുതൽ മണിക്കൂർ സേവനം ചെയ്യുന്ന കുട്ടിക്ക് ലഭിക്കുന്ന അവാർഡ് തുക 1,00,000 രൂപയാണ്. നമ്മുടെ സ്കൂളിൽ നിന്നും കൂടുതൽ മണിക്കൂർ സേവനം ചെയ്ത് അവാർഡിന് അർഹരായത് 5 കുട്ടികളാണ്. കാശിനാഥ് ഗിരീഷ്, അഷർ ഷമീർ, ജിലു ലാലു, രസ്ന റോബിൻ, നേഹ ബാജു എന്നിവരാണവർ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ കുട്ടികൾ അവാർഡ് തുകയായ 5,000 രൂപ ഏറ്റുവാങ്ങി. വിമുക്തി ക്ലബ്ബ്. യുവതലമുറ നാടെങ്ങും ലഹരിയുടെ കരാളഹസ്തത്തിൽ അമരുമ്പോൾ പുതുതലമുറയെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ നേർക്കാഴ്ചയാണ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ക്ലബ്ബ്. വിമുക്തി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നുവരുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്ലാസുകൾ പ്രായത്തിൻ്റെ ചാബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് മയക്കുമരുന്നിൻ്റെ മാസ്മര ലോകത്തിൽ അകപ്പെടാതെ ജീവിക്കാൻ അറിവ് പകരുന്നവയാണ്. അകം പത്രം. കുട്ടികളുടെ സർഗവാസനകളെ പുറത്തു കൊണ്ടുവരുന്ന മികവുറ്റ സ്കൂൾ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അകം പത്രത്തിൻ്റെ 6ാം വാല്യമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. സ്കൂൾ മധ്യസ്ഥയുടെ തിരുനാളും വെഞ്ചരിപ്പും. സ്കൂൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനും സ്കൂളിനെയും കുട്ടികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് വെഞ്ചരിച്ചു. കുട്ടികൾ ക്ലാസുകൾ അലങ്കരിക്കുകയും വെഞ്ചരിപ്പിന് ശേഷം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ്. വിവരവിനിമയ രംഗത്തെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് പഠിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 8, 9, 10 ക്ലാസ്സുകളിലായി 95 കുട്ടികളാണ് ലിറ്റിൽ കൈറ്റ്സിൽ ഉള്ളത്. ഓരോ ആഴ്ചയും 2 മണിക്കൂർ വീതം ലിറ്റിൽ കൈറ്റ്സ് ക്ലാസുകൾ നടത്തുന്നു. കൂടാതെ ക്യാമ്പുകൾ, സെമിനാറുകൾ, പ്രോജക്റ്റുകൾ എന്നിവ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നു. ഈ വർഷത്തെ സബ് ജില്ലാ ക്യാമ്പിൽ നിന്ന് ജില്ലാ ക്യാമ്പിലേക്കായി ജോഷുവ സാജൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പെഷ്യൽ ക്ലാസ്. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നവംബർ 1-ാം തീയതി തന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ഈവനിംഗ് ക്ലാസുകൾ ആരംഭിച്ചു. 2 അധ്യാപകർ വീതം ക്ലാസ് എടുത്ത് റിവിഷൻ നടത്തുന്നു. എല്ലാ ശനിയാഴ്ചയും 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് നടത്തിവരികയും ചെയ്യുന്നു. വേദപാഠ സന്മാർഗ പാഠ ക്ലാസുകൾ. മൂല്യബോധമുള്ള ഒരു യുവതലമുറയെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേദപാഠ സന്മാർഗ പാഠ ക്ലാസുകൾ നടത്തിവരുന്നു. ആഴ്ചയിൽ 2 പീരീഡുകൾ ലഭിക്കത്തക്ക വിധത്തിൽ ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നു. ഓണപരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികളെ രൂപതാ സ്കോളർഷിപ്പിനായി ഒരുക്കുന്നു. നിക്ഷേപ പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചുകരിമ്പൻ സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ഒരു നിക്ഷേപ പദ്ധതി നടപ്പാക്കി വരുന്നു. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ ഇതിൽ പങ്കാളികളാണ്. ഡിസിപ്ലിൻ. വിമല ഹൈസ്കൂളിനെ മികവുറ്റതാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളും തികഞ്ഞ അച്ചടക്കവുമാണ്. അച്ചടക്കശീലം കുട്ടികളെ ഉത്തരവാദിത്വബോധമുള്ളവരാക്കുന്നതിനും നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിനും സഹായിക്കുന്നു.
അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനോടും രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടയിൽ അച്ഛനോടും ഇന്നും കൂടെ നിൽക്കുന്ന മാനേജർ റവറൻ ഫാദർ ജെയിംസ് പാർക്കടവിൽ അച്ഛനോടും ചെറിയാൻ ജുംബൈൽ പുത്തൻപുരി അച്ഛനോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഇന്ന് ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പെരിയ ബഹുമാനപ്പെട്ട ജോസ് കല്ലേരിക്കൽ അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഏറ്റവും പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ചേച്ചിയെയും ഷാജി ചേട്ടനെയും ആശംസകൾ നേടാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറ്റവും നന്ദിയോടെ അനുസ്മരിക്കുന്നു. വിമലഗിരി ഗ്രാമത്തിന്റെ ദീപസ്തംഭമായ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ ഗിരീഷ് രാജേന്ദ്രൻ, MPTA പ്രസിഡന്റ് അമ്പിളി ജിലേഷ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ വിദ്യാലയത്തിന്റെ അനുദിനമുള്ള വളർച്ചയ്ക്ക് സഹായഹസ്തവുമായി എന്നും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. 24 വർഷത്തെ തന്റെ അധ്യാപന ജീവിതത്തിന്റെ 10 വർഷവും വിമലഗിരിയിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളോടും സഹപ്രവർത്തകരോടും മാനേജ്മെന്റിനോടും മാതാപിതാക്കളോടും ചേർന്ന് നിന്ന് തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോലി സാറിനും കുടുംബാംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി. മുന്നോട്ടുള്ള സാറിന്റെ ജീവിതത്തിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നാം വരെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ വിമല മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം എന്നും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് ഹെഡ് മിസ്റ്റർ CMC.